അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്കും അൽഹംദുലില്ലാ കുഴപ്പമില്ല, ഇങ്ങനെ പോണുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരിയായ ജംഷീന അസില ഡിസൈൻസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അവൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. കീമോ എടുത്തിട്ട് നിൽക്കുകയായിരുന്നു. അതിന് ശേഷം കീമോ താങ്ങാൻ പിന്നെ ടാബ്ലറ്റാണ് കഴിക്കുന്നത്. പല അവസ്ഥകളും ബുദ്ധിമുട്ടി പോകുമ്പോഴും നമ്മളോട് ഒരുപാട് കരുണയിലാണ് അവൾ സംസാരിക്കുന്നത്. ഞാൻ വിളിക്കാൻ പറ്റുമ്പോൾ എനിക്ക് വയ്യ, ഞാൻ കിടപ്പാണ്, അല്ലെങ്കിൽ ഞാൻ കിടക്കുകയാണ്, എപ്പോഴും ക്ഷീണമോ തളർച്ചയും. അള്ളാഹുവേ അവൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കണേ റഹ്മാനെ. കാരണം എൻ്റെ മസ്റൂൻ്റെ പ്രായം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള ഒരു ഇളയ മകനുണ്ട്. ആ കുട്ടി ഖുർആൻ ഓതുന്നതൊക്കെ ചില സമയങ്ങളിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ എൻ്റെ ആരൊക്കെയോ ആണ്. എനിക്ക് 2-3 അങ്ങനത്തെ കട്ട ഫ്രണ്ട്സുകളുണ്ട്. എല്ലാ സുഖവും ദുഃഖവും പറയുന്ന, എൻ്റെ കൂടപ്പിറപ്പിനെക്കാട്ടിയും കാര്യങ്ങൾ പറയുന്ന ഒരാൾ. അങ്ങനെ ഒരാളിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അന്നൂസ് ക്രിയേഷൻ. ഞാൻ പ്രൊമോഷൻ വർക്കിന് പോയി ആദ്യത്തെ അവളെ ഈ വർഷത്തെ സ്റ്റിച്ചിങ്ങാണ് എൻ്റെ മസ്റൂറ മോൾക്കുള്ള ഫ്രോക്ക് ഹദിയ. അതിനുശേഷം അൽഹംദുലില്ലാ അവൾക്ക് റാഹത്തായിട്ട് ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോഴും വിളിച്ചു. നമ്മളൊരു ബിസിനസ് അക്കൗണ്ടാണ്, നമ്പറാണ് അതിനകത്ത് നമ്മൾ കൊടുത്തിരുന്നത്. അവൾക്ക് വീട്ടിൽ തന്നെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പം 2 കുട്ടികളായതുകൊണ്ട്, പെൺകുട്ടികളായതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് പോയി ഇവരെ നോക്കി എടുക്കണമെങ്കിലും പാടാണ്. ഇവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരാൾ ചെറിയ മോളാണ്, ഒരാൾ 12 വയസ്സുള്ള മോളാണ്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്പർ കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവളെ ഒരു തെളിവ് സഹിതം ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നു. അവളെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തൻ മെസ്സേജ് അയച്ച് ഭയങ്കര ശല്യം. ഇവക്ക് തമിഴ് അറിഞ്ഞുകൂടാ, ഇവള് മലയാളത്തിൽ പറയും. ഇവള് വിചാരിച്ച ആരെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്പർ എടുക്കണുണ്ട്. ഞാൻ ഈ നമ്പരും അവൻ്റെ ഫോട്ടോയും ഉൾപ്പെടെ, അവൾക്ക് ഫോട്ടോ വരെ അവ അയച്ചു കൊടുത്ത്. തമിഴനാണ്. ഞാൻ ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് പറയുന്നുണ്ട്. അവൾ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പെണ്ണിന് ഒരു അനാവശ്യ ഒരു ഫോൺ നമ്പറിൽ ഒരു കോള് വരുമ്പോഴോ ബാക്കി വരുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം അങ്ങനെ ഇന്ന് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെയൊന്നും നമ്മളൊരു ബിസിനസ് ഐ ഡി, ബിസിനസ് അക്കൗണ്ടൊക്കെ ഇടുന്ന എന്താണ്, നമുക്ക് നമ്മളെ മക്കളെ വളർത്താൻ വേണ്ടി ഒരു നിത്യ വരുമാനത്തിന് വേണ്ടിയുള്ള നമ്പറുകൾ അതെടുത്ത് ദുരുപയോഗം ചെയ്യരുത്. അപ്പം എൻ്റെ കണ്ടാലൊരു പയ്യൻ്റെ ഒരു കട്ട് ഉണ്ട്. അപ്പോഴത്തേക്ക് സ്ക്രീൻ റെക്കോർഡാണ് എടുക്കുമ്പോൾ ഈ വോയിസ് പുറത്ത് കേൾക്കാൻ പറ്റില്ല. അതായത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ ആ വോയിസ് പുറത്ത് കേൾക്കുന്ന രീതിയിൽ അല്ല എനിക്ക് അവളെ എടുത്തു തന്നത്. എനിക്കും ആ ഒരു സിസ്റ്റമേ അറിയത്തുള്ളൂ. അതായത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കും, പക്ഷേ വോയിസ് പുറത്ത്, ഈ സൗണ്ട് പുറത്ത് വരാത്ത രീതിയാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ നമ്പറിൽ തമിഴ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്നും പെണ്ണുങ്ങളെ എടുത്തു വെച്ച് ഹായ് ഹലോ അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുക്കുക, അനാവശ്യ കാര്യങ്ങൾ പറയുക, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് മനസ്സിലാവും. പക്ഷെ നമുക്ക് തിരിച്ച് റിപ്ലൈ തമിഴിൽ കൊടുക്കാൻ അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ദുരുപയോഗത്തിന് വേണ്ടിയാണ് വിളിക്കുന്നതെങ്കിൽ വിളിക്കാണ്ടിരിക്കുക. പിന്നെ എനിക്ക് ഇതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് ചുമ്മാ ഒരു കർണാടക പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുന്നുണ്ട്. ഞാൻ ഉമ്മാൻ്റെ ഫോണിൽ വിളിച്ച് വഴക്ക് പറഞ്ഞ് പോലീസിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ, പോലീസെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരടുത്ത് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, അനാവശ്യമായിട്ട് ഫോൺ കോൾ എടുത്ത് വെച്ച് വിളിക്കരുത്. വിളിച്ചാൽ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നും. കാരണം ഇനി ആരൊക്കെ വിളിക്കും, നമുക്കൊരു പേടിയാണ്. നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയാണ് ഇതിനകത്തൊരു നമ്പർ. പിന്നെ അത് ഫാമിലിയിൽ ഇഷ്യൂ ആവും. ചിലർക്കത് ഭർത്താവിന് കണ്ടാൽ പിടിക്കൂല, അല്ലെങ്കിൽ നീ നമ്പർ എന്തെങ്കിലും. നമ്മളൊരു വയറ്റിപ്പഴപ്പിനാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് മക്കളെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പൈസ വേണം. പിന്നെ നമ്മുടെ ജംഷീനക്ക് വേണ്ടി എല്ലാവരും അകമറിഞ്ഞിട്ട് ദുആ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും നമ്മളെ കൂടെ നിന്നവളാണ് ജംഷീന എന്ന് പറയുന്ന കുട്ടി. അതിന് ചെറിയ പ്രായമാണ്, ചെറിയ മക്കളാണ്, ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പം നാളെ ഹോസ്പിറ്റലിൽ പോവേണ്. എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും. നിങ്ങളെ ചാനൽ ഒന്ന് കാണണം, സില ഡിസൈൻസ്. ഈ രോഗം മൂർച്ഛിച്ചിരുന്ന ഘട്ടത്തിലും പാവൻ്റെ പൊന്നോള് വീഡിയോ ഇട്ടതാണ്. ഞാൻ പറയും, എന്തേ ജംഷിയ നീ വീഡിയോ, എനിക്ക് വയ്യടാ, ഇങ്ങനെയാണ്. നമ്മൾ നീ ലൈവെങ്കിലും ഇട് പൊന്ന, അവളെ ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസ തീരാറായി.
ലൈവെങ്കിലും ഇട്, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും. അപ്പം ആദ്യ വരുമാനം കിട്ടിയപ്പം ഭയങ്കര സന്തോഷത്തിൽ ഗ്രൂപ്പിൽ മെസ്സേജ്, നമ്മൾ 5 അംഗമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു, അപ്പം നമ്മൾ 4 പേരേ ഉള്ളു. അപ്പം അവൾ മെസ്സേജ് അയച്ചു, എനിക്ക് വരുമാനം കിട്ടി അൽഹംദുലില്ലാഹ്. നമ്മളെ ഗ്യാങ്ങിൽ നമ്മളെ ഗ്രൂപ്പിൽ ഫസ്റ്റ് വരുമാനം കിട്ടിയ ആളാണ് നമ്മുടെ ജംഷി മോള്, ജംഷീന സില ഡിസൈൻസ്. സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയും നല്ല ബോവർക്കും എല്ലാം ചെയ്യേണ്ട മോള്. പക്ഷേ അസുഖം 2ാമത് വന്നപ്പം അവൾക്കൊന്നിനും പറ്റിയില്ല. നമ്മളെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ എന്നാണ് ദുആ. അപ്പോൾ ഈ ഞരമ്പനിക്ക് ആരെങ്കിലും സഹോദരനെ പോലെ നിന്നിട്ട് മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ, കാരണം ചുമ്മാ വിളി മെസ്സേജ് അയപ്പ്, നമ്മൾ ബ്ലോക്ക് ചെയ്തിടുമ്പോൾ വേറെ നമ്പറിൽ അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളാണ് ഇവൻ്റെ ഫോട്ടോ സഹിതം ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഞാൻ 2 ദിവസത്തിന് മുമ്പ് പ്രൊമോഷൻ വർക്കിന് പോയില്ലേ, നമുക്ക് ബിസിനസ് ഐഡിയ ആയതുകൊണ്ട് കൊടുത്ത, അവൾക്ക് പേഴ്സണലി വേറെ നമ്പറാണ്, ബിസിനസ് ഐ ഡി വേറെ നമ്പറാണ്. അപ്പോൾ അവൾ വിചാരിച്ച് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ ഓർഡറോ കാര്യങ്ങൾ അപ്പോഴും തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, സ്ക്രീൻ റെക്കോർഡിങ് അയക്കി നമുക്കെടുത്തിട്ട് പണി ആരെങ്കിലും സഹോദരങ്ങൾ കൊടുത്തോളൂ. എനിക്ക് കൂടപ്പിറപ്പിനെ പോലെയുള്ള യൂട്യൂബ് ചാനലിലുള്ള ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ശരി, അസ്സലാമു അലൈക്കും.